മാടായി കോളേജ് നിയമന വിവാദത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള നീക്കം പാളി. DCC ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും നേതാക്കൾ പങ്കെടുത്തില്ല. ഇനി ഒത്തുതീർപ്പിനില്ലെന്നും നിയമനം റദ്ദാക്കണമെന്നുമാണ് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുടെ ആവശ്യം. മാടായി കോളേജിലെ നിയമന വിവാദം കോൺഗ്രസിൽ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കെയാണ് ഒത്തുതീർപ്പിന് DCC മുൻകൈ എടുത്തത്. ഇടഞ്ഞു നിൽക്കുന്ന കുഞ്ഞുമംഗലം, ചെറുതാഴം മണ്ഡലങ്ങളിലെ കോൺഗ്രസ് നേതാക്കളെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും നടന്നില്ല. ചൊവ്വാഴ്ചയാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പാകാത്തതിനാലാണ് വീണ്ടും ചർച്ചയ്ക്ക് നേതാക്കൾ എത്താതിരുന്നത്. MK രാഘവൻ MP-യെ തടഞ്ഞതിന് നടപടി നേരിട്ട കാപ്പാടൻ ശശിധരൻ, KV സതീഷ് കുമാർ, KP ശശി, വരുൺ കൃഷ്ണൻ തുടങ്ങിയ നേതാക്കളെയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത്. ഇവർക്കെതിരെ നടപടി എടുത്തതിൽ കുഞ്ഞുമംഗലം, ചെറുതാഴം മണ്ഡലം കമ്മിറ്റികൾ കടുത്ത പ്രതിഷേധം തുടരുകയാണ്. പാർട്ടി പരിപാടികളൊന്നും തന്നെ ഈ മണ്ഡലങ്ങളിൽ നടക്കുന്നില്ല. കല്യാശ്ശേരി, പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിൽ ആകെ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന വില്ലേജ് ഓഫീസ് ഉപരോധം പോലുള്ള സമരങ്ങളും പല സ്ഥലങ്ങളിലും പേരിന് മാത്രമായാണ് നടന്നത്. പ്രവർത്തകർ ഒന്നടങ്കം പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് നേതൃത്വത്തെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കാൻ പ്രേരിപ്പിച്ചത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. മാടായി കോളേജിൽ CPM പ്രവർത്തകർക്ക് നൽകിയ നിയമനം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നാണ് നടപടിക്ക് വിധേയരായവർ പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന അനുരഞ്ജന ചർച്ച പ്രഹസനമായെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. അന്നത്തെ ശക്തമായ പ്രതിഷേധം തണുപ്പിക്കാനുള്ള സൂത്രവിദ്യ മാത്രമായിരുന്നു തിരുവഞ്ചൂരിന്റെ സന്ദർശനമെന്നും ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു വഴികൾ തേടുന്നതിനെക്കുറിച്ചാണ് മണ്ഡലം കമ്മിറ്റികളിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. കടുത്ത തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഈ വിഭാഗം പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.